പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അല്പം ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ. 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 നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറ്റുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറ്റുന്നു. കാരുണ്യവാനായ ഈശോയെ, അവിടുത്തെ തിരുമുൻപിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടെ നിന്റെ മുൻപിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ദൈവജനത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചു തരുന്ന സകലതും നന്മയ്ക്കായിട്ടാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് അവിടെ ഞങ്ങളെ നയിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന എല്ലാ വേദനകളെയും, എല്ലാ സന്തോഷങ്ങളെയും, എല്ലാ ദുഃഖ ദുരിതങ്ങളെയും സ്നേഹപൂർവ്വം നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയ സന്തോഷത്തോടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുന്നത് സകലതും സ്വീകരിക്കുവാനുള്ള വലിയ ശക്തിയും അഭിഷേകവും കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് നിറയ്ക്കണമേ. ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഇരുകരങ്ങളും നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഏറെ സ്നേഹത്തോടുകൂടെ വരുന്ന നിമിഷങ്ങളെ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ, ദൈവവചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഈശോയെ പാപികളും ബലഹീനരുമായ ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ ആത്മാവിനാൽ വീണ്ടും ജനിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഈശോ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നന്ദി, 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 നന്ദി. ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധി അമ്മേ മാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങളെ സമർപ്പിക്കുന്നു. സഹനത്തെ ദൈവഹിതമനുസരിച്ച് സന്തോഷപൂർവ്വം സ്വീകരിച്ച അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലും കടന്നു വരുന്ന സഹന അനുഭവങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ ക്രിസ്തുവിൽ വിശ്വസിക്കണം. രണ്ടാമതായി, അവന് വേണ്ടി നീ സഹിക്കാൻ തയ്യാറാകണം. ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ആഴത്തിൽ അനുഭവിച്ച് അറിയണം. അറിയാത്തൊരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അറിഞ്ഞു കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴം വളരുന്നു. നമ്മളിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം നമ്മളിൽ ആഴപ്പെടുന്നു. സ്നേഹം വർദ്ധിക്കും തോറും ആ വ്യക്തിക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ, സഹിക്കാനുള്ള വലിയ മനസ്സ് നമ്മളിൽ രൂപപ്പെടുന്നു. അതുതന്നെയാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്, ക്രിസ്തു ശിഷ്യൻ്റെ അവകാശമാണ് ദൈവമക്കളെ സഹനം എന്നത്. സഹനം നിന്റെ ജീവിതത്തിൽ അന്യമാണ് എങ്കിൽ
നീ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെന്നോ ക്രിസ്തുവിനെ നീ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെന്നോ പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഓർക്കണം, അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെ ഞാൻ എപ്രകാരം സ്വീകരിക്കുന്നുവോ അതനുസരിച്ച് ഞാൻ എൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, ഒരു ഇന്ത്യൻ പൗരന് അവൻ്റെതായ ചില അവകാശങ്ങളുണ്ട്. ഒരു പൗരന് രാഷ്ട്രത്തിൽ അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ ക്രിസ്ത്യാനിക്കും ക്രിസ്തു മതത്തിൽ ഏറ്റവും വലിയ അവകാശം, ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന അവകാശമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സഹനമാണ്. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ സന്തോഷപൂർവ്വം ഈ സഹനത്തെ ഏറ്റുവാങ്ങുവാൻ നമുക്ക് സാധിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു സംഭവമുണ്ട്, അബ്രാഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്. അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം ഇപ്രകാരമാണ്: കർത്താവ് അബ്രാഹിമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോകണം. ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോകണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കാൻ തയ്യാറായാൽ ദൈവം വലിയ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അവിടെ തുറന്നു കൊടുക്കുകയാണ്. വീണ്ടും അബ്രാഹത്തിനോട് പറയുകയാണ്, നീ നിന്റെ ബന്ധുക്കളെയും നിന്റെ ദേശത്തെയും ഒക്കെ നീ വിട്ടുപേക്ഷിക്കാൻ തയ്യാറായാൽ അബ്രാഹത്തിന് കൊടുക്കാൻ പോകുന്ന വലിയ അനുഗ്രഹം എന്താണെന്ന് വചനം തുടർന്ന് പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ്: നീ വലിയ ഒരു ജനതയാകും. നമുക്കറിയാം, 75-ാമത്തെ വയസ്സിലാണ് അബ്രാഹത്തോട് ദൈവമായ കർത്താവ് പറയുക, നീ വലിയ ഒരു ജനതയായി മാറ്റപ്പെടും. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, എല്ലാ ജനതകളും അറിയപ്പെടാനായിട്ട് ഇടയാകും. മൂന്നാമതായിട്ട്, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കും നീ ആരുമായി നിന്റെ ജീവിതം പങ്കുവെക്കുന്നുവോ അവർക്കൊക്കെ നീ ഒരു അനുഗ്രഹത്തിൻ്റെ കാരണമാകുമെന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അബ്രാഹത്തിനോട് പറഞ്ഞതുപോലെ ചില ഉപേക്ഷയുടെ തലങ്ങൾ നമ്മളും സ്വീകരിക്കേണ്ടതുണ്ട്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെ ബന്ധുജനങ്ങളെയൊക്കെ നീ ഉപേക്ഷിക്കണം. ഇവിടെ തമ്പുരാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഈശോ നമ്മളോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ ചില സ്വഭാവത്തിൻ്റെ തഴക്കദോഷങ്ങൾ, സ്നേഹിക്കാൻ പറ്റാത്ത സ്നേഹരാഹിത്യത്തിൻ്റെ ചില സവിശേഷതകൾ, നിന്റെ ഭാര്യയോ ഭർത്താവിനോടോ ഒരുപക്ഷെ നിനക്ക് രമ്യതയിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല. നിന്റെ സ്വഭാവത്തിൽ നിന്റെ ജീവിതത്തിലെ ചില ദുശീലങ്ങളോട് നിനക്ക് വിട പറയേണ്ടതായിട്ടുണ്ടാവും. ഇതൊക്കെ നീ മാറ്റിവെക്കുമ്പോൾ വലിയൊരു സഹനം ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ സഹനത്തെ നീ സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ അബ്രാഹത്തോട് പറഞ്ഞതുപോലെ നീ ഒരു അനുഗ്രഹമായിട്ട് നിന്റെ ജീവിതത്തിൽ മാറുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് വീണ്ടും അബ്രാഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറയുക, 100-ാമത്തെ വയസ്സിൽ ഒരു ഓമനപുത്രനെ കൊടുത്തിട്ട് ദൈവം പറയുക, അബ്രാഹമേ, നിന്റെ മകനെ എനിക്ക് നീ തരണം. ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടെ അബ്രാഹം അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അബ്രാഹം മോറിയ മലയിലേക്ക് യാത്ര പുറപ്പെടുന്നു. മോറിയ മലയിലേക്ക് അടുക്കാനെത്തി ആയപ്പോഴേക്കും തൻ്റെ വത്സലപുത്രൻ മുഖത്തോട്ട് നോക്കിയിട്ട് അപ്പനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പ, ബലിയർപ്പിക്കാനായിട്ട് തീയും വിറകും നമ്മുടെ കയ്യിലുണ്ടല്ലോ, ബലിമൃഗം എവിടെ? ദൈവജനമേ, നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഓമൽ പുത്രൻ ഈ ഒരു അവസ്ഥയിലൂടെ നമുക്ക് കടന്നു വരുമ്പോൾ മകൻ നമ്മളോട് ചോദിക്കുകയാണ് ഈ ഒരു ചോദ്യമെങ്കിൽ നമ്മൾ എന്തുത്തരമായിരിക്കും കൊടുക്കുക? അബ്രാഹം പറഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല. അബ്രാഹം പറഞ്ഞു, ദൈവം തന്നെ തരും മകനെ. വേറെ ആരും തരുമെന്ന് അബ്രാഹം അവിടെ മറുപടി പറഞ്ഞില്ല, ദൈവം തന്നെ തരും. അതെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ സഹനം നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചുവെങ്കിൽ ഇത് സഹിക്കാനുള്ള ശക്തി ദൈവം തന്നെ നമുക്ക് തരും. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കില്ല, നമ്മളെ ഉറ്റ സ്നേഹിതരായിരിക്കില്ല നമ്മുടെ സഹന നിമിഷങ്ങളിൽ നമ്മളെ സഹായിക്കാനായിട്ട്, താങ്ങാനായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ കേൾക്കാനായിട്ട് ഉണ്ടാവുക. മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ അനുവദിച്ചു തന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്ന് നമുക്കറിയാം. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല.
പ്രിയപ്പെട്ട ദൈവജനമേ, ഓർക്കണം, നിന്റെ ജീവിതത്തിൽ ഒരുപിടി ദുഃഖങ്ങളിലൂടെ, സഹനത്തിൻ്റെ വഴിയിലൂടെയാണോ നീ കടന്നു പോകുന്നത് എങ്കിൽ ഓർക്കണം, ദൈവം നിന്നെ കൈവിടില്ല. കഷ്ടതയുടെ നാളുകളിൽ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നിനക്കുള്ളത് എന്ന് നീ തിരിച്ചറിയണം. നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൽ ആരും സ്നേഹിക്കാനില്ല, ഒറ്റപ്പെട്ട ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, പരാജയങ്ങൾ അടിക്കടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച എൻ്റെ മക്കൾ എന്നെ തിരിച്ച് സ്നേഹിക്കാതിരിക്കുമ്പോൾ, എൻ്റെ ഭർത്താവ് എന്നെ അവിശ്വസിക്കുമ്പോൾ, ഓർക്കണം, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവം നിൻ്റെ സഹന നിമിഷങ്ങളിൽ നിൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഓർക്കണേ, ഓരോ സഹനത്തിലും ദൈവകൃപ മറഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിലെ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അതിനെല്ലാം അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ശക്തമായ താങ്ങുന്ന കരം നിൻ്റെ കൂടെയുണ്ട് എന്ന് നീ തിരിച്ചറിയണം. വിശുദ്ധ അൽഫോൺസ് ലീഗോരി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, സ്വർഗത്തിലെ ആനന്ദങ്ങൾ ഒരു നിമിഷം അനുഭവിക്കേണ്ടതിനായി ഈ ലോകത്തിലെ മുഴുവൻ സഹനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ അത് ഒന്നുമല്ല. സ്വർഗത്തിലെ ആനന്ദങ്ങൾ ഒരു നിമിഷം അനുഭവിക്കേണ്ടതിനായി ഈ ലോകത്തിലെ മുഴുവൻ സഹനങ്ങളും നീ അനുഭവിക്കേണ്ടി വന്നാൽ അത് ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഭൂമിയിൽ അല്പനാൾ മാത്രമേ ദൈവം നമ്മളെ ഇവിടെ ജീവിക്കാനായിട്ട് അനുവദിക്കുകയുള്ളൂ. നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടവരാണ്. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഓർക്കണം, ദൈവം നിൻ്റെ കരങ്ങളിലേക്ക്, നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ സഹനത്തിൻ്റെ ജീവിതമാണോ നിനക്ക് സമ്മാനിച്ചത് എങ്കിൽ ഓർക്കണം, ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ദൈവജനമേ, നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ നിസ്സാരമാണെന്ന് നീ തിരിച്ചറിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാതികൾ, വേദനകൾ ഒഴിവാക്കിയ ഒരു നിമിഷവും നമുക്കില്ല. ദൈവത്തിരുമുൻപിൽ വന്നു നിന്നാൽ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ കഥനകഥകൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഓർക്കണം, സ്വർഗരാജ്യത്തെ മുൻനിർത്തി നീ യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെ സഹനങ്ങൾ, ഈ ലോകം നിനക്ക് സമ്മാനിക്കുന്ന, ലോകത്തിലൂടെ നിനക്ക് കിട്ടുന്ന ചില വേദനകൾ, ഇത് ഒന്നുമല്ല. നീ നിത്യതയിലേക്ക് എത്തേണ്ടവനാണ്. നീ നിത്യതയിൽ എത്തിച്ചേരണമെങ്കിൽ ഈ സഹനം നിൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോകാനുള്ള കോവണി പടികളാണ് നമ്മുടെ സഹനമെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വർഗരാജ്യത്തിലേക്ക് നമ്മളൊക്കെ കടന്നു പോകേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. അവിടേക്ക് കയറി ചെല്ലാനുള്ള സുന്ദരമായ ചവിട്ടുപടി അല്ലെങ്കിൽ കോണിപ്പടികളാണ് ഈ സഹനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് എന്തും ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ അറിയാം സ്വർണം എങ്ങനെയാണ് ശുദ്ധി ചെയ്യപ്പെടുന്നത് എന്ന്. അഗ്നിയിൽ ഇട്ട് അത് വീണ്ടും വീണ്ടും ഒരുക്കി കഴിയുമ്പോൾ അത് കൂടുതൽ ശോധന, നല്ല തിളക്കമുണ്ടാകുന്നു. അത് നല്ല സ്വർണ്ണമാണ് തിരിച്ചറിയാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. ഒരു പക്ഷേ ഈ അഗ്നി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റാരും ആയിരിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാകാം, നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളാകാം, നമ്മുടെ സ്നേഹമുള്ള നമ്മുടെ സഹോദരങ്ങളാകാം. ഇവരൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ അഗ്നിയായിട്ട് മാറുക എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവരിലൂടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുന്നത്. ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വാസം എന്തുമാത്രമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക. ജീവിതത്തിൽ സന്തോഷം മാത്രമേ നമുക്ക് സമ്മാനിക്കുന്നുള്ളൂ എങ്കിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിലുള്ള ആശ്രയബോധമൊക്കെ കുറഞ്ഞു പോയേക്കാം.
അതുകൊണ്ട് ഓർക്കണം, ഈ അഗ്നി എന്ന് പറയുന്നത് നമ്മളുമായി ജീവിക്കുന്ന നമ്മുടെ കുടുംബവും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെയാണ് ഈ സഹന വഴിയിലൂടെ നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവിനെ ഇഷ്ടപ്പെടുന്നവരെ അവിടുന്ന് സഹനത്തിൻ്റെ വഴിയിലൂടെ നയിക്കും. കർത്താവ് സ്നേഹിക്കുന്നവരെ സഹനത്തിൻ്റെ വഴിയിലൂടെ നയിക്കും. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമായത്, ദൈവമേ, എന്തിനീ സഹനം എനിക്ക് അനുവദിച്ചു തന്നു? എത്ര വർഷമായി ഇത് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തേ നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത്? എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് നീ ശാപം അയക്കുന്നതാണോ? എന്നൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ടാവാം. ഓർക്കണം, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, മറ്റൊന്നുമല്ല എന്ന് നീ തിരിച്ചറിയണം. നമുക്കറിയാം, ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് മാറ്റിവെച്ചിരിക്കുന്ന ഏത് വ്യക്തിത്വങ്ങളെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരൊക്കെ നടന്നു പോകുന്ന വഴികൾ സഹനത്തിൻ്റേത് മാത്രമാണ്. സഹന ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ മാത്രമാണ് ദൈവികമായ മേഖലയിലേക്ക് ദൈവം പ്രത്യേകമായിട്ട് എടുത്തുയർത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഭയിൽ നിന്ന് അനേകം വിശുദ്ധാത്മാക്കളെ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ കടന്നുപോയത് സഹനത്തിൻ്റെ വഴിയിലൂടെയാണ്. ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാനായിട്ട് അവരെ സഹായിച്ചിട്ടുള്ളത് മറ്റാരുമല്ല, അവരുടെ കൂടെ ജീവിച്ച സഹപ്രവർത്തകരും സമൂഹ അംഗങ്ങളും മാത്രമാണ്. നമുക്കറിയാം, അൽഫോൺസാമയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. അൽഫോൺസാമ ഒരു വിശുദ്ധിയായി തീർന്നെങ്കിൽ അൽഫോൺസാമയുടെ സ്വന്തം ഗുണമോ കഴിവുകൊണ്ടോ ഒന്നും മാത്രമല്ല, അവളെ സ്വർഗപദത്തിലേക്ക്, വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനായിട്ട് അവളുടെ സമൂഹ അംഗങ്ങൾ സഹനത്തിൻ്റെ വഴിയിലൂടെ അവളെ കടത്തിവിട്ടു. അവൾ പലതരത്തിലുള്ള നന്മ പ്രവർത്തികൾ ചെയ്തപ്പോഴും മറ്റുള്ളവർ അവളെ കുറ്റം പറഞ്ഞു. അവൾ ചെയ്യാത്ത കുറ്റങ്ങൾ അവളുടെ മേൽ ആരോപിച്ചു. പക്ഷേ വിശുദ്ധ ചെയ്തത് ഒന്നു മാത്രമേ ഉള്ളൂ, സർവ്വതും ദൈവ തൃക്കരങ്ങളിൽ അവൾ ഏൽപ്പിച്ചു കൊടുത്തു. ആരോടും ഒരു പരാതിയും അവൾ പറഞ്ഞില്ല. തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെക്കുറിച്ച് പരാതി പറയാനായിട്ട് തൻ്റെ കൂടെയുള്ള മറ്റ് സഹോദരിമാരുടെ അടുത്തേക്ക് അവൾ ഓടിയില്ല. അയൽപക്കക്കാരുടെ അടുത്തേക്ക് അവൾ ഓടിയില്ല. മാതാപിതാക്കളുടെ അടുക്കിലേക്കും അവൾ പോയില്ല. മറിച്ച് അവൾ പോയത് തന്നെ സ്നേഹിക്കുന്ന ആത്മമണവാളൻ്റെ അടുത്തേക്കാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓടുന്നത് ആരുടെ പക്കലേക്കാണ്? അല്പം ആശ്വാസത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത് ആരുടെ മുമ്പിലാണ്? നീ യഥാർത്ഥമായി നിൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ ദൈവത്തിന് മുൻപിൽ പങ്കുവെക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിച്ച് വിശുദ്ധിയായി ജീവിക്കാൻ, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒത്തിരിയേറെ അൽമായ സഹോദരങ്ങൾ സഹന ജീവിതങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് ജീവിക്കുന്നവരുണ്ട്. ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്ന ഒത്തിരിയേറെ അൽമായ സഹോദരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഓർത്തുകൊണ്ട് തന്നെയാണ് പറയുക നിങ്ങളോട്, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് ഒന്നും പാഴാക്കി കളയരുതേ. സ്വർഗരാജ്യത്തിലേക്കുള്ള മുത്തുമണികളായിട്ട് നമുക്കത് ശേഖരിക്കാനായിട്ട് സാധിക്കട്ടെ. വിശുദ്ധ അൽഫോൺസാമ തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളിൽ അൽഫോൺസാമ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈശോയെ, നിനക്കെന്നോട് പിണക്കമാണോ? എന്തേ നീ എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു സഹനവും തന്നില്ലല്ലോ എന്ന്. നമുക്ക് ഈശോയോട് പറയാനായിട്ട് പറ്റുമോ? ദൈവജനമേ, ഈശോ, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തേ എനിക്ക് സഹനങ്ങൾ തരാത്തതെന്ന്? തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു സംഭവം, ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ എപ്രകാരം സ്വീകരിച്ചു എന്നതാണ് ഇവിടെ വ്യക്തമാകുക. ഭാര്യ ഭർത്താക്കന്മാർ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. നമുക്കറിയാം, വിവാഹ ജീവിതം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഏത് ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, തങ്ങൾക്ക് ഓമനിച്ച് വളർത്താനായിട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഭാര്യയും ഭർത്താവും സന്തോഷപൂർവ്വം ദൈവതൃക്കരങ്ങളിൽ ജീവിതം സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അബ്രാഹത്തെ പോലെ തന്നെ ഇവർ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഒരു കുഞ്ഞിനായിട്ട്. നീണ്ട 13 വർഷക്കാലം ഈ ദമ്പതിമാർ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിച്ച് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. 13 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ഒരു സന്താനത്തെ നൽകി. സ്നേഹപൂർവ്വം ഈ മാതാപിതാക്കളെ കുഞ്ഞിനെ ഓമനിച്ച് വളർത്തി. ദൈവത്തോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലുമൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ നാളുകൾ നീങ്ങി. കുഞ്ഞിന് 13 വയസ്സ് പ്രായമായപ്പോൾ ഒരു ദിവസം സായാഹ്നത്തിൽ കുഞ്ഞ് പറഞ്ഞു, മമ്മിയോട് പറഞ്ഞു, മമ്മി, ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്ത് കളിക്കാനായിട്ട് പോയിക്കൊള്ളട്ടെ.
അമ്മ സമ്മതിച്ചു. കുഞ്ഞ് തൻ്റെ കൂട്ടുകാരുമൊത്ത് കളിക്കാനായിട്ട് പോയി. അവൻ കളിക്കാൻ പോയത് മറ്റെങ്ങോട്ടും ആയിരുന്നില്ല, പുഴയിൽ നീന്താനാണ് അവൻ പോയത്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുളിക്കാൻ പോയ മക്കളെ കാണാതായപ്പോൾ മാതാപിതാക്കൾ അന്വേഷിച്ചു. അന്നേരമാണ് ഇവർ തിരിച്ചറിഞ്ഞത്, തൻ്റെ മകൻ നഷ്ടപ്പെട്ടു എന്ന് ഈ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാട് മുഴുവനും ഒത്തിരിയേറെ വേദനയോടെ നീങ്ങുന്ന നാളുകൾ, ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ എങ്ങനെ ആരുടെ മുമ്പിൽ പങ്കുവെക്കണമെന്നറിയാതെ വേദനയിലൂടെ കടന്നുപോയി മാതാപിതാക്കളെങ്കിലും എല്ലാം ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വൈദികൻ വീട്ടിലേക്ക് കടന്നു വന്നു. പ്രാർത്ഥന പ്രാർത്ഥന ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മാതാപിതാക്കൾ പറഞ്ഞു, അച്ഛാ, ഒരു 5 മിനിറ്റ് ഞങ്ങൾക്കായിട്ട് തരണം. അച്ഛൻ പറഞ്ഞു, തീർച്ചയായിട്ടും. ഭാര്യയും ഭർത്താവും ശവമഞ്ചത്തിൻ്റെ അടുക്കിലേക്ക് നിന്നിട്ട് ഇരുകരങ്ങളും ദൈവകരങ്ങളിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ലോകത്തിൽ ഈ കുഞ്ഞിനെ നോക്കാനായിട്ട് നീ ഞങ്ങളെ ഏൽപ്പിച്ചു. ഈ മകനെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഞങ്ങൾ വളർത്തി. ഈ കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ കൊടുത്തു. ഇതാ നിന്റെ ഇഷ്ടപ്രകാരം നീ ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചെടുത്തു. ദൈവമേ, നിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഏതാനും നിമിഷം നിശബ്ദമായി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ നിലവിളി അവിടെ ഉയർന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയപ്പോഴും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവം തന്ന ഈ കുഞ്ഞിനെ തിരിച്ചെടുത്തപ്പോഴും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ജീവിതത്തിൽ പരാതികളില്ല. ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനോഭാവം എപ്രകാരമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറഞ്ഞതുപോലെ ജോബിനെ പോലെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്കും സാധിക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ തണുത്തുറഞ്ഞു പോകുന്ന അവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഓർക്കണം, ഒരിക്കൽ ഈശോ വിശുദ്ധ കത്രീനായോട് പറഞ്ഞു, സ്വർഗം വിലയ്ക്ക് വാങ്ങാനുള്ള നാണയത്തൊട്ടാണ് സഹനമെന്ന് മോളെ നീ തിരിച്ചറിയണമെന്ന്. സ്വർഗം വിലയ്ക്ക് വാങ്ങണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ സഹനം നീ വിലയായിട്ട് കൊടുക്കണം. സഹനങ്ങളെ ദൈവകരങ്ങളിൽ വിലയായിട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്വർഗരാജ്യത്തിൽ വലിയ നിക്ഷേപം നമ്മൾ സ്വരൂപിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ അൽഫോൺസാമ തൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കുറിച്ചു വയ്ക്കുന്നത് ഇപ്രകാരമാണ്. അവൾ തൻ്റെ ആത്മീയ പിതാവിനോട് ചോദിച്ചു, അച്ഛാ, സായങ്കാലങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എൻ്റെ ഈശോയുടെ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊള്ളട്ടെ എന്ന്. അൽഫോൺസാമ അതിനുശേഷം പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്. എന്തുകൊണ്ടാണ് ഞാൻ സഹനങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തോട് ചോദിച്ചതെന്ന് അവൾ പറയുന്നത് ഇപ്രകാരമാണ്. പകല് വേദന എനിക്കുണ്ടായാൽ അത് മറ്റുള്ളവർ അറിയും, സഹതപിക്കും, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടിന് കാരണമാകും. രാത്രിയിലാണ് ഒരുപക്ഷെ വേദന ഉണ്ടാകുന്നതെങ്കിൽ ആരും അറിയില്ലല്ലോ. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എനിക്കത് സന്തോഷത്തോടെ സഹിക്കാമല്ലോ എന്ന്. രാത്രിയുടെ യാമങ്ങളിൽ എനിക്ക് സഹനങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, സന്തോഷപൂർവ്വം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് അത് കൊടുക്കാമല്ലോ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യുക എന്തായിരിക്കാം? ഒരുപക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് അടിയുറച്ച് വളരുന്ന മക്കൾ തീർച്ചയായിട്ടും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, ദൈവഹിതം നിറവേറട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കും. എന്നാൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ വളരാത്ത വ്യക്തികൾ മറ്റു പലരോടുമായിരിക്കാം തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ പങ്കുവെക്കുക. ഒരു നിസ്സാരമായ കുടുംബത്തിലൊരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തൻ്റെ വീട്ടുകാരോടും തൻ്റെ അയൽപക്കക്കാരോടും തൻ്റെ സുഹൃത്തുക്കളോടും മുഴുവനും വിളിച്ചു പറയാനായിട്ട് നമുക്ക് യാതൊരു മടിയും ഉണ്ടാവില്ലായിരിക്കാം. ഓർക്കണം, വിശുദ്ധാത്മാക്കൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് സാധിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ ദൈവതൃക്കരങ്ങളിൽ കൊടുത്തുകൊണ്ട് സകലതും സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ ഈശോ മരിയ വാൾത്തോർത്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ കാസയിൽ നിന്ന് കുടിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റേത് എന്ന് എങ്ങനെ വിളിക്കും? എൻ്റെ കാസയിൽ നിന്ന് നിങ്ങൾ കുടിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റേത് എന്ന് എങ്ങനെ വിളിക്കും?
ഈശോയുടെ കാസ, ഈശോ കുടിച്ച കാസ എന്താണെന്ന് നമുക്കറിയാം, സഹനത്തിൻ്റെതായിരുന്നു. ഈശോയുടെ സഹനത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ സഹനങ്ങളെയും സ്വീകരിക്കുമ്പോഴാണ് ഈശോയുടെ മകനും മകളുമായിട്ട് നമ്മളായിത്തീരുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഈശോയുടെ സഹനത്തോട് ചേർന്ന് നിന്ന് സഹിക്കാനായിട്ട് ദൈവം അനുവദിച്ചു തരുന്നതാണ് എന്ന മനോഭാവത്തോടെ സകലതും ദൈവതൃക്കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയുടെ മുമ്പിൽ നമുക്കായിരിക്കാം. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ വഴിത്താരയിലൂടെ ഈശോ നമ്മളെ കടത്തിവിട്ടു. ഒത്തിരിയേറെ സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ ഒരുപക്ഷെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മൾ ജീവിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഒരുപക്ഷെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ നമ്മൾ തളർന്നു പോയിട്ടുണ്ടാവാം. എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നുള്ള മനോഭാവത്തോടെ നിരാശയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. ഓർക്കണം, ഈശോ പറയുന്നു, പ്രിയ മകനെ മകളെ, സ്നേഹപൂർവം മുൾമുടിയണിഞ്ഞ ഈശോ സ്നേഹപൂർവം നിനക്ക് തന്ന ചുംബനമായിരുന്നു നിന്റെ ജീവിതത്തിലെ സഹനങ്ങളെന്ന്. ഈശോ നിന്നോട് ചേർത്ത് പിടിച്ച് നിനക്ക് സഹനങ്ങൾ സമ്മാനിച്ചത് അത് നാളത്തെ മഹത്വത്തിന് കാരണമാകുമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ നിനക്ക് ആനന്ദത്തിൻ്റെ കാരണമാകുമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ചു തന്ന എല്ലാ സഹന അനുഭവങ്ങളെയും ഈശോയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈശോ സഹിച്ചതുപോലെ സഹിക്കാനും ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന ആഗ്രഹത്തോടുകൂടെ ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഗാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ വലിയ സൗഖ്യം നമുക്ക് ഈ നിമിഷങ്ങളിൽ ഏറ്റുവാങ്ങാം. എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയാൽ മാറിയപ്പോൾ, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. സഹനത്തിൻ വേളകളിൽ ഞാൻ നിശബ്ദനായി ഞാൻ കരഞ്ഞു. ആ നേരം ഈശോനാഥൻ സാന്ത്വന വചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളെല്ലാം